എഫേസ്യർ 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ച് നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ കാലങ്ങളിൽ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെ കെടുത്തുവാൻ തക്കവണ്ണം നമ്മൾക്കിവ കാണാൻ പറ്റത്തില്ല. ദുഷ്ടൻ്റെ ചതിയൊക്കെ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു പ്രാർത്ഥനാ വീരനാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിയോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വിടുതലുണ്ടാകുന്ന സത്യം തന്നെ എന്ന് വചനം ഇവിടെ പഠിപ്പിക്കുന്നു. ഏത് ആയുധം ധരിക്കണം, എന്തിന് ധരിക്കണം എന്നിവിടെ പറയുന്നു. എങ്ങനെ ആയുധം ഉപയോഗിക്കണം, ദൈവത്തിൻ്റെ ആത്മീയ ആയുധങ്ങളെപ്പറ്റി ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളുടെ പോരാട്ടം എന്തിനോടാണ്? അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർലോകങ്ങളിലെ ദുഷ്ടാത്മ സൈന്യത്തോടും അത്രേ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നമ്മൾ സത്യത്തിൽ ജീവിക്കാൻ വചനം പഠിപ്പിക്കുന്നു. സത്യത്തിൽ എല്ലാ പ്രവൃത്തിയും ചെയ്യണം. അതുമാത്രമല്ല, വിശ്വാസത്തിലായിരിക്കണം. നീതി, സൽപ്രവൃത്തി, നേരായ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നീതിയിൽ ജീവിക്കണം. നമ്മൾക്ക് സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ ഉള്ള ചെരുപ്പ് നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. നമ്മൾക്കായി ദൈവം എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തു, നന്മകൾ ചെയ്തു മറ്റുള്ളവരോട് അറിയിച്ചാൽ അവർക്ക് വിശ്വാസം ഉണ്ടാകും. അവർക്കും അറിയാൻ തുടങ്ങും, യേശു നല്ല ദൈവമാണ്. യേശുവിനെ പറ്റി പറയാൻ നമ്മൾ ധൈര്യത്തോടെ യേശു നല്ലവനാണെന്ന് അറിയിക്കണം. അതുമാത്രമല്ല, രക്ഷ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കയ്യിലേന്തി എല്ലാ ദുഷ്ടനിൽ നിന്നും നമ്മൾ വിജയിക്കാൻ ദൈവം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ.